ഹായ് ഹലോ എല്ലാവർക്കും പൊന്നൂസ് കണ്ണൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇനി നമ്മുടെ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ സെലിബ്രേഷനായിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെന്താണ് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ഇച്ചിരി തിരക്കായിരുന്നു, എന്തായാലും ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. പൊന്നുകുട്ടീനെ കാണിച്ചു തരാം. നമ്മുടെ പൊന്നുകുട്ടി പട്ടുപാടയൊക്കെ ഇട്ട് അങ്ങ് നിൽക്കുകയാണ്. പൊന്നുകുട്ടി ഈ ഡ്രസ്സ് ഇടാനല്ല കേട്ടോ തീരുമാനം. അപ്പോൾ പൊന്നുകുട്ടി ഈ ഡ്രസ്സ് ഇടാനായിട്ടല്ല തീരുമാനിച്ചത്, വേറൊരു ഡ്രസ്സായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്, അതാണ് ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുകുട്ടി പട്ടുപാടയും ബ്ലൗസൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടനില്ല കേട്ടോ. കണ്ണൻകുട്ടനെ രാജേഷിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. രാജേഷൻ എന്ത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പോകാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. പൊയ്ക്കോ. അപ്പം ഞങ്ങളപ്പോൾ ഇനി സ്കൂളിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിയുടെ സ്കൂൾ എവിടെയാണെന്ന് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ. ചേർത്തലയിൽ ഗവൺമെൻറ് ടൗൺ LP സ്കൂളാണ്. നല്ല അടിപൊളി ഒരു ഓണാഘോഷമാണ് കേട്ടോ. ആരും മിസ് ചെയ്യില്ല ഈ വീഡിയോ, എല്ലാവരും കാണണം. അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് എല്ലാവരും നല്ല എന്താ പറയുന്നത്, ഫുൾ ഓണം എന്ന് പറയത്തില്ല, അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു ആഘോഷമാണ് കേട്ടോ നമ്മുടെ ടൗൺ LP സ്കൂളിലെ ആഘോഷം. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല, ഇച്ചിരി തിരക്കായിപ്പോയി. കാരണം ഞങ്ങൾ രാവിലെ ഇവിടെ എത്താനായിട്ട് താമസിച്ചു കേട്ടോ. 10 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. 9 മണിയാകുമ്പോൾ വരണമെന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ ലേറ്റായി. അപ്പോൾ രാജേഷൻ എന്തായാലും ആദ്യം തന്നെ ഇങ്ങനെ വിളമ്പുന്നതിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യത്തിലോട്ടൊക്കെ പോയി കേട്ടോ. ഞാൻ രാജേഷനെ മെയിനായിട്ട് കൊണ്ടുവരുന്ന ഇതിനായിട്ടാണ് കേട്ടോ. നമ്മൾ രക്ഷിതാക്കളാണ് വിളമ്പുമൊക്കെ ചെയ്യുന്നത് കേട്ടോ. PTA-യിലുള്ളവരും എല്ലാവരും കൂടെയാണ് ഇതൊക്കെ വിളമ്പുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാചക പുര കേട്ടോ, കലവറ എന്ന് പറയും അല്ലേ. അപ്പോൾ കലവറ ഇതാണ് കേട്ടോ. ചോറൊക്കെ ആയി, എല്ലാം സെറ്റാക്കി കേട്ടോ ചേട്ടന്മാർ. നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ പാചകം ചെയ്തവർ. എല്ലാ ഫുഡ് നല്ല ടേസ്റ്റും ആയിരുന്നു. എൻ്റെ ചാനൽ ഏതാണെന്നൊക്കെ ചേട്ടന്മാർ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ അവിടെ വെച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടന്മാരൊക്കെ യൂട്യൂബ് ചാനൽ വരുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ടും സുന്ദരന്മാരായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതാരാന്നറിയാമോ? നമ്മുടെ കണ്ണൻകുട്ടൻ്റെ അംഗനവാടിയിൽ പഠിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. ആ മോളാണ്. ആ മോൾ ഇവിടെയാണ് കേട്ടോ LKGക്ക് പഠിക്കുന്നത്. അപ്പോൾ ആ മോളെ എന്തായാലും കണ്ട് കേട്ടോ. നമ്മളവിടെ അംഗനവാടി പഠിച്ച ആരെയും പിന്നെ അങ്ങനെ അവിടെ വിട്ടിട്ട് പിന്നെ ആരെയും ഞാൻ അങ്ങനെ കാണുക കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല. അപ്പോൾ ഈ മോളെ എന്തായാലും ഇവിടെ വെച്ച് കണ്ടപ്പോൾ നല്ല സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും. ഈ മോള് മുല്ലപ്പൂ വെച്ചിട്ടില്ല, എന്താ മുല്ലപ്പൂ വെക്കാഞ്ഞെന്ന് ചോദിക്കുക. കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. മുല്ലപ്പൂവിനൊക്കെ ക്ഷാമമാണ് കേട്ടോ ചേർത്തലയിൽ ഈ ദിവസം. ഒരുപാട് സ്കൂളിലും അല്ലാതെയൊക്കെ ഈ ഓഫീസുകളിലും ഒക്കെ ഈ ഒരു ദിവസമാണ് സെലിബ്രേഷൻ. പിന്നെ നമ്മുടെ ഓണം ഇങ്ങ് എത്തിയല്ലോ, അപ്പം മൊത്തത്തിൽ തിരക്ക്. ഈ പ്രാവശ്യം ഓണം ഒരുപാട് ലേറ്റായിട്ടുമാണല്ലോ വന്നിരിക്കുന്നത്. സാധാരണ ഓഗസ്റ്റിലൊക്കെ അല്ലേ വരുന്നത്. ഈ പ്രാവശ്യം എന്തായാലും സെപ്റ്റംബർ കുറച്ചിങ്ങ് ഇതായിട്ടാണ് ഓണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പൊന്നുകുട്ടിയുടെ ക്ലാസ് റൂം. ഇതല്ല, ഇവർ ഈ പ്രാവശ്യം അത്തപ്പൂക്കള മത്സരം രീതിയിലാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഒരൊറ്റ അത്തം വലുതുണ്ടാക്കുമായിരുന്നു നമ്മുടെ HM ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഇതുണ്ട്, അവിടെ ആയിരുന്നു കേട്ടോ. ചെറിയൊരു ഹാള് പോലെ അങ്ങനെ ഒരു നമ്മൾ അസംബ്ലിയൊക്കെ നടത്തുന്ന ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഇങ്ങനെ ഓരോ ക്ലാസ് ബേസ് ആയിട്ടുള്ള അത്തപ്പൂക്കല മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. വേറെ പേരൻസും കുട്ടികളും ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് പൊന്നുകുട്ടിയുടെ കൂട്ടുകാരിയാണ്, കാവ്യ എന്നാണ് കേട്ടോ. അവൾ ഇങ്ങനെ തൊട്ടൊക്കെ നിൽക്കുന്നത്. കാവ്യ കല്യാണി അങ്ങനെ എന്തോ പേരാണ് കേട്ടോ ആ കുട്ടിയുടെ. അപ്പോൾ ഇത് വേറൊരു ക്ലാസ്സിൻ്റെ ആണ്. നമ്മുടെ അത്തപ്പൂക്കളം ഇതാണ് കേട്ടോ. നമ്മുടെ അത്തപ്പൂക്കളം ഈ കാണുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികൾ ഇട്ടതാണ് കേട്ടോ. കുറച്ച് കുഞ്ഞുങ്ങൾ കൂടി ഒരുമിച്ച് പേരൻസുമായിട്ട് ടീച്ചറുമായിട്ടൊക്കെ ഇട്ട അത്തപ്പൂക്കളാണ്. നല്ലതാണ്. പക്ഷേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് LKGക്കാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അത്തപ്പൂക്കളമൊക്കെ ജസ്റ്റ് കവർ ചെയ്ത് പോയി കേട്ടോ. എല്ലാം കൂടി ഒന്നും ഞാൻ എടുത്തില്ല, കാരണം വലിയ ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ അറിവാണ് കേട്ടോ.
ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ ഒരു ആളുടെ ഒരു അറിവ് മാത്രമായിട്ടേ നിങ്ങൾ കൂട്ടാവുള്ളൂ, എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും എല്ലാവരും. എൻ്റെ അറിവിൽ കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ സ്കൂളിൽ ആഘോഷിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ പേരൻസിന് പ്രത്യേകം ഒരു ലെറ്റർ ടീച്ചറിൻ്റെ വക ഉണ്ടാവും, ഹെഡ് മാസ്റ്ററിൻ്റെ വക ഉണ്ടാവും വരണമെന്നും പറഞ്ഞുകൊണ്ട്. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മമ്മ, നമ്മുടെ ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും പോരാനായിട്ട് പറയുന്നത്. കുഞ്ഞിനെ കണ്ണൻകുട്ടനെ കൊണ്ടില്ലാത്തതിന് HM ചോദിക്കുകയും ചെയ്ത് എന്താണ് മോനെ കൊണ്ട്. കാരണം കണ്ണനെ എപ്പോഴും കാണുന്നുണ്ട്, മോളെ വിളിക്കാൻ ചെല്ലുമ്പോഴും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് മോനെ എന്താ കൊണ്ടുവരാഞ്ഞേ, ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവരണ്ടേ, അവൻ ഇതൊക്കെ കാണണ്ടേ എന്നായിരുന്നു കേട്ടോ. പക്ഷേ കണ്ണനെയും കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വിളമ്പുന്ന കാര്യങ്ങളും എനിക്കിതുപോലെ വീഡിയോ എടുക്കാനും ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ണനെ കൊണ്ടുവരാഞ്ഞത് കേട്ടോ. കണ്ണനെ രാജേഷൻ്റെ വീട്ടിൽ എന്തായാലും സേഫായിട്ട് ഇരുത്തിയിട്ടാണ് പോകുന്നത്. കുഞ്ഞുങ്ങളുടെ കളി കണ്ടോ കേട്ടോ, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ അടിപൊളി ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ചേട്ടന്മാരിവിടെ കറികളെല്ലാം നിരത്തി വെച്ചു കേട്ടോ. എന്താ പറയുന്നത്, ചിപ്സ് അങ്ങനത്തെ സാധനങ്ങൾ, ശർക്കര വരട്ടി, തോരനൊക്കെ അടിപൊളിയാണ്. കപ്പലണ്ടി ഇട്ട തോരനായിരുന്നു കേട്ടോ. പിന്നെ അവിയൽ സൂപ്പറായിരുന്നു. പിന്നെ പരിപ്പ് കറി, സാമ്പാർ, പുളിശ്ശേരി എല്ലാം ഇങ്ങനെ നിരത്തി വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാർ പറയുകയും ചെയ്തു എല്ലാം നിരത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ. ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് അങ്ങ് പോവുക വിളമ്പാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നിന്ന് അവരെയും അവിടെ നിൽക്കുന്നവരെയും മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് ആദ്യം വിളമ്പുന്നത്. ഈ സാരി ഉടുത്ത്, ബ്ലൂ സാരി ഉടുത്തിട്ട് വിളമ്പുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സണാണ് കേട്ടോ. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഉപ്പേരി, ശർക്കര വരട്ടി, തോരൻ, അവിയൽ, സാമ്പാർ, പരിപ്പ് കറി, പിന്നെ നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള മധുരമുള്ളൊരു കറിയില്ല അത്, പിന്നെ പച്ചടിയാണോ കിച്ചടിയാണോ ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിക്കറി, അച്ചാറ്. എനിക്ക് എന്തായാലും ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി ആയി കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ രാജേഷണം വിളമ്പുന്നു കേട്ടോ. ഞാനും വിളമ്പാനൊക്കെ കയറി കേട്ടോ. ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാനും ഉണ്ട് കേട്ടോ. പക്ഷേ സാറ് വിളമ്പാനൊന്നും നിന്നില്ല. സാർ ജസ്റ്റ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. സമയവും ഒരുപാട് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. ആദ്യം LKG കുട്ടികൾക്കാണ് കേട്ടോ ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്. പിന്നെ ഓരോരുത്തർക്കും കയറാൻ കേട്ടോ. അത്യാവശ്യം ഒരു 5-6-7 പ്രാവശ്യമായിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെയും ഉണ്ട്, പിന്നെ പുറത്തും ഉണ്ട് കേട്ടോ. പുറത്തും ഒരു ചെറിയ ഇതുണ്ട്. ഈ വൈറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കേട്ടോ. സാറാണത്. അത് ഞാൻ അംഗനവാടിയിൽ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മെയിൻ ആളാണ്. അപ്പം മിക്ക അംഗനവാടിയിൽ നേരത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ നടന്നു വരുന്നതാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ കേട്ടോ, വൈറ്റ് ഡ്രസ് ഇട്ടിട്ടുള്ള. അപ്പോൾ ഈ നമ്മുടെ ഓണാഘോഷത്തിനുമായി ബന്ധപ്പെട്ട സദ്യ എല്ലാവരും വിളമ്പാണ് കേട്ടോ. അതിനുശേഷം കുഞ്ഞുമക്കളെയൊക്കെ കയറ്റി അവരെല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആഘോഷം കൂടിയിട്ടില്ല. കഴിഞ്ഞ വർഷം കൂടി. നമ്മളിപ്പം ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ഒരു പഠന ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആഘോഷം എൻ്റെ ലൈഫിൽ ഞാൻ സ്കൂളിൽ ആഘോഷിച്ചിട്ടില്ല. അതാണ് കേട്ടോ. അല്ലാതെ ഇപ്പം ഞങ്ങൾ 3 വർഷമായിട്ട് ഓണം ആഘോഷിക്കുന്നത് ഈ ഒരു ചേർത്തല ടൗൺ LP സ്കൂളിൽ നിന്നാണ് കേട്ടോ. ഞാൻ അവിടെ HMനോട് പറയുകയും ചെയ്തു, ഹെഡ് മാസ്റ്ററിനോട് പറയുകയും ചെയ്തു. കാരണം ഇത്തവണയും കൂടെ നമ്മുടെ പൊന്നുകുട്ടി ഈ സ്കൂളിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് കാരണം 4 വരെ ഉള്ളൂ. അടുത്ത കൊല്ലം കൊണ്ട് നമുക്കിനി ഈ ഒരു ആഘോഷം പങ്കെടുക്കാൻ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേ പൊന്നുകുട്ടി ഇടയ്ക്ക് ഞാൻ മേളിച്ചെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ കുറവാണ്, അധികം കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് പേരെയൊക്കെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തി കേട്ടോ. അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ. പൊന്നുകുട്ടീനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തി. പൊന്നുകുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തിരക്കായിപ്പോയെന്ന്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഞങ്ങൾ പ്രത്യേകം അവളെ സീറ്റ് റെഡിയാക്കി കൊടുത്തിട്ട് ഇരുത്തി കേട്ടോ. അല്ലെ പിന്നെ പണിയാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഇരുത്തി. അവളെന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഈ പ്രാവശ്യം ഒരു പായസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഒരു അടപ്രഥമൻ, അത് ഒരു പായസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വെള്ള നിറത്തിലെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
കമൻറ്റ് ചെയ്തില്ലെങ്കിലും വേണ്ട, ലൈക്കെങ്കിലും ഒന്ന് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഇതേ ഞാൻ വിളമ്പുന്നു കേട്ടോ. ഞാൻ കുറേ അധികം വിളമ്പി കേട്ടോ. അപ്പോൾ രാജേഷൻ്റെ പോക്കറ്റിലായിരുന്നു എൻ്റെ ഫോൺ. ഞാൻ ബാഗൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തില്ല. ഇത് മാത്രമേ രാജേഷന് എടുത്തിട്ടുള്ളൂ. ഞാനും അങ്ങനെ ഒന്ന് വിളമ്പുമൊക്കെ ചെയ്തു കേട്ടോ. കുറച്ചധികം വിളമ്പി കേട്ടോ. എനിക്ക് അധികം ഞാൻ വിളമ്പാൻ നിന്നില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. വീഡിയോ ആണല്ലോ എനിക്ക് മുഖ്യം. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നടന്നുകൊണ്ട് അധികം വിളമ്പിയില്ല, എന്നാലും അത്യാവശ്യം വിളമ്പുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ആദ്യം വിളമ്പുന്നത്. അതിന് ശേഷം ചോറ്, പരിപ്പിട്ടിട്ട് ചോറ്, അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ഞാൻ ചോറുണ്ടെന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അതിന് ശേഷം പഴവും പായസവും, പപ്പടം തീർന്നു പോയി കേട്ടോ. എൻ്റെ ആ ഒരു ടൈം എത്തിയപ്പോൾ പപ്പടം തീർന്നു പോയി. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അതിന് ശേഷം രാകേഷനും ചോറൊക്കെ കഴിച്ചു. ആ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പോലെ ഫുഡ് അടിച്ചു കേട്ടോ. ഞാൻ നല്ലപോലെ സദ്യ കഴിച്ചു. എനിക്ക് സദ്യ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ നമുക്ക് സദ്യ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ശേഷം കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് കണ്ണൻകുട്ടനെ വിളിക്കാൻ പോകും. അപ്പോൾ കണ്ണൻകുട്ടൻ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ പൊന്നുകുട്ടിക്ക് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ച് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ കണ്ണൻകുട്ടന് ഇങ്ങനെ തണുപ്പ് അതൊന്നും പറ്റാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ കണ്ണൻകുട്ടനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.